ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ശക്തമായ പ്രതികരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വോട്ടർ പട്ടികയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്തു. ഭരണഘടനയുമായി കറങ്ങി നടക്കുന്നവർ നടപടിയെ എതിർക്കുകയാണ്. ഭാരതത്തിൽ ജനിക്കാത്തവർക്ക് വോട്ടവകാശം ഭരണഘടന നൽകുന്നില്ലെന്നും അമിത്ഷാ തുറന്നടിച്ചു. ബീഹാറിൽ NDA മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണം നിലനിർത്തുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. जो भारत में जन्मा नहीं है उसको भारत में वोट देने का अधिकार हमारा संविधान नहीं दे रहा है। ये राहुल बाबा, आप संविधान लेकर घूम रहे हो, तनिक उसको खोलकर पढ़ भी लो। घुसपैठियों को इस देश की चुनावी प्रक्रिया में हिस्सा नहीं लेना है और इसीलिए वो SIR का विरोध कर रहे हैं क्योंकि घुसपैठिए इनकी वोट बैंक है। आप चिंता मत करिए भाइयों बहनों, मोदी जी बिहार में पूरा दौरा करे हैं, मैं भी संगठन की मीटिंगें कर रहा हूं। मुझे स्पष्ट दिखाई पड़ रहा है कि यहां पर आने वाले दिनों में पूर्ण बहुमत के साथ NDA की सरकार बनने वाली है। NDA की सरकार भाइयों बहनों, फिर से सीतामढ़ी, मिथिलांचल, बिहार और देश और दुनिया में വാർത്തയുടെ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, 46 ലക്ഷത്തിലധികം വോട്ടർമാരെയാണ് ഈ ബീഹാർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായ സാഹചര്യം ഉണ്ടായത്. ഭാരതവുമായി ഒരു ബന്ധമില്ലാത്തവരെല്ലാം ഇങ്ങനെ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനെതിരെ ഇന്ത്യ മുന്നണി വലിയ പ്രതിഷേധമാണ്, വലിയ ബഹളമാണ് ഉയർത്തിയത്. ഇതിനെതിരെ കടുത്ത മുന്നറിയിപ്പാണ് അമിത്ഷാ നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ. ദിലിമ, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ കുറ്റപ്പെടുത്തിയിട്ടുള്ള അതിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിക്കുന്ന രാഹുലിനും കോൺഗ്രസിനും RJDക്കുമെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവും കുറ്റപ്പെടുത്തലുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ബീഹാർ വോട്ടർ പട്ടികയിൽ നിന്ന് രാജ്യത്തേക്ക് അനധികൃതമായി കുടിയേറിയവരെ മുഴുവൻ പുറത്താക്കുകയാണ്. അത്തരത്തിൽ അനധികൃതമായി കുടിയേറിയവരും വോട്ടവകാശമില്ലാത്തവരെയുമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത്. അത് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലാണ്. ഭാരതത്തിൽ ജനിക്കാത്തവർക്ക് ഭരണഘടന വോട്ടവകാശം നൽകുന്നില്ല. ഭരണഘടനയുമായി കറങ്ങി നടക്കുന്ന രാഹുൽ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹം രാഹുലിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട്, പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഭരണഘടനയുമായി കറങ്ങി നടന്നാൽ മാത്രം പോരാ, രാജ്യത്തിന്റെ വോട്ടർ പട്ടികയിൽ അല്ലെങ്കിൽ വോട്ടവകാശം ആർക്കൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. രാജ്യത്തേക്ക് അനധികൃതമായി കുടിയേറിയവരെ മുഴുവൻ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുമെന്ന ശക്തമായ തീരുമാനം അമിത്ഷാ പറയുകയുണ്ടായി. കൂടാതെ അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് ഈ അനധികൃത കുടിയേറ്റക്കാരെ രാഹുൽ ഉൾപ്പെടെയുള്ളവർ, കോൺഗ്രസും RJDയും ഉൾപ്പെടെയുള്ളവർ വോട്ട് ബാങ്കായി കണക്കാക്കുകയാണ്. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി അനധികൃത കുടിയേറ്റക്കാരെ വോട്ട് ബാങ്കായി കണക്കാക്കുന്നെന്നാൽ അത് ഇനി നടപ്പാക്കില്ല. അത്തരം അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്ന പ്രഖ്യാപനമാണ് അമിത്ഷാ നടത്തിയിട്ടുള്ളത്. കൂടാതെ ബീഹാറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി BJP NDA സർക്കാർ രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം കൂടി ബീഹാറിൽ മിഥിലയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അമിത്ഷാ പ്രഖ്യാപിക്കുകയുണ്ടായി. ബീഹാറിൽ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കും തന്ത്രങ്ങൾക്കും BJPയും NDAയും തുടക്കം കുറിച്ചിരുന്നു. പ്രചാരണ പരിപാടികൾ ബീഹാറിലും ഒപ്പം കേന്ദ്ര സർക്കാരിന്റെയും വികസന നേട്ടങ്ങൾ നിരത്തിയുള്ള പ്രചാരണ പരിപാടികൾക്കും പ്രവർത്തനങ്ങൾക്കും BJPയും NDAയും തുടക്കം കുറിച്ചു. അതിന്റെ കൂടി ആത്മവിശ്വാസത്തിലാണ് ബീഹാറിൽ NDA സർക്കാർ മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണം നിലനിർത്തുമെന്ന പ്രഖ്യാപനം അമിത്ഷാ നടത്തിയിട്ടുള്ളത്. കൂടാതെ RJDക്കെതിരെയും തേജസ്വി യാദവിനെതിരെയും രൂക്ഷമായ വിമർശനം അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായി. നിലവിൽ NDA സർക്കാരിനെ വിമർശിക്കുന്ന തേജസ്വി യാദവ് പിതാവായ ലാലു പ്രസാദ് യാദവിനോട് ചോദിക്കണം, ലാലുവിന്റെ ഭരണത്തിൽ ബീഹാറിൽ തോക്കുകൾ കഥ പറഞ്ഞ കാലവും അഴിമതിയും കൂടാതെ സ്വജനപക്ഷപാതവും അക്രമവും അരങ്ങേറിയിരുന്ന ബീഹാറിന്റെ കഥകളെക്കുറിച്ച്, ലാലു പ്രസാദ് യാദവിന്റെ ഭരണത്തിൽ നടന്ന അഴിമതികളെക്കുറിച്ച് തേജസ്വി യാദവ് സ്വന്തം പിതാവിനോട് ചോദിക്കണം എന്നുള്ളതാണ് അമിത്ഷാ തേജസ്വി യാദവിനും രാഷ്ട്രീയ ജനതാദളിനും മറുപടിയായി നൽകിയിട്ടുള്ളത്. കാരണം വലിയ വിമർശനങ്ങൾ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെയും NDA സർക്കാരിനെതിരെയും തേജസ്വി യാദവ് ഉന്നയിച്ചിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ലാലുവിന്റെ ഭരണത്തിൽ ബീഹാറിൽ നടന്ന കിരാത നടപടികളെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും അക്രമങ്ങളെക്കുറിച്ചും ജനങ്ങളെയും തേജസ്വി യാദവിനെയും അമിത്ഷാ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ലാലു പ്രസാദ് ആൻഡ് കമ്പനി ഓപ്പറേഷൻ സിന്ദൂറിനെ പോലും എതിർക്കുകയുണ്ടായി.
കോൺഗ്രസും RJDയും ഉൾപ്പെടെയുള്ള ചില പ്രതിപക്ഷ പാർട്ടികൾ രാജ്യത്തെ സൈന്യത്തെ പോലും ചോദ്യം ചെയ്യുകയാണെന്നും ബീഹാറിന്റെ മണ്ണിൽ നിന്ന് ഇത്തരക്കാരെ ജനങ്ങൾ തുരത്തി ഓടിക്കുമെന്നുമാണ് മിഥിലയുടെ മണ്ണിൽ നടന്നിട്ടുള്ള പൊതുപരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തര അതിരൂക്ഷമായ വിമർശനമാണ് ബീഹാറിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ നൽകിയത്.